സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ധാന്യമാണ്. അപ്പോൾ ഇത് പേൾ ബാർലി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊരു റഷ്യൻ സ്റ്റോറിൽ നിന്നാണ് വിളിച്ചത്. ഇത് ആ കമ്പനിയുടെ വരുന്നത് യുവലക്ക. പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും. ഇതാണ് ഈ യുവലക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ ഇതാണ് പേൾ ബാർലി. അപ്പോൾ ഇതിൻ്റെ ഇത് റഷ്യയില് ഉവൽസ്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയാണ്. ഇവിടെ യുവൽസ്കി എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസിൽ കൃഷി ചെയ്ത സാധനമാണ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പേൾ ബാർലി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പല ഗ്രൂപ്പുകളിലും ഒരു കൺഫ്യൂഷൻ കണ്ടായിരുന്നു. മറ്റേ പേൾ ബാർലിയും പിന്നെ അഡ്ലേ മില്ലറ്റ് അല്ലെങ്കിൽ കോയിക്സൈഡായിട്ട് സെയിം തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ല, ഇത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ഗോതമ്പ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് പേൾ ബാർലി. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറയാമെന്ന് ഓർത്തു. അപ്പോൾ അത് പറയുകയാണെങ്കിൽ, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സംഭവം ഇത് വേറൊന്നുമല്ല, ഇത് നമ്മുടെ ബാർലി തന്നെയാണ്. അപ്പോൾ ബാർലിയുടെ തവിട് കളഞ്ഞിട്ട് 40% തവിട് കളഞ്ഞിട്ട് ഈസിറ്റി കുക്ക് രൂപത്തിലാക്കിയ ബാർലിയാണ് ഈ പേൾ ബാർലി എന്ന് പറയുന്നത്. ഇത് വേറെ പുതിയ ധാന്യമൊന്നുമല്ല, നമ്മുടെ ബാർലി തന്നെയാണ്. അപ്പോൾ ഇത് ഈസി ടു കുക്ക് ഫോമിൽ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഓൾഡസ്റ്റ് ഏൻഷ്യൻറ്റ് ഗ്രെയിനാണ്. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിൽ 37 തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെഫറൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഹിന്ദു പുരാണത്തിൽ, മാർക്കണ്ഡേയ പുരാണത്തിലും ദേവി മഹാത്മ്യത്തിലും പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അതൊരു സിമ്പിൾ ഓഫ് ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഒരു സാത്വിക് ഫുഡായിട്ടാണ് പുരാണങ്ങളിലൊക്കെ ഇതിന് വില കൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഏഷ്യ യൂറോപ്പിലെല്ലാം കണ്ടുവരുന്നുണ്ട്. പിന്നെ ആനിമൽ ഫീഡായിട്ടും പിന്നെ ബിയർ ഉണ്ടാക്കാനായിട്ടും ലിക്കർ ഉണ്ടാക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 4th ലാർജസ്റ്റ് കൾട്ടിവേറ്റഡ് ക്രോപ്പാണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യണ 4ാമത്തെ ധാന്യമാണ് ഇത്. പിന്നെ റഷ്യയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബാർലി. പിന്നെ ഇത് ഒരുവിധം എല്ലാ ക്ലൈമറ്റിലും ഗ്രോ ചെയ്യും. അരിഡ് ക്ലൈമറ്റിലും ടെമ്പറേറ്റ് ക്ലൈമറ്റിലും കുറച്ച് തണുപ്പുള്ള റീജിയനിലൊക്കെ വളരും. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇത് പല ഫോമിൽ അവൈലബിൾ ആണ്. ഒന്ന് ഹൾഡ് എന്ന് പറഞ്ഞാൽ ഇത് സ്കിൻ കളഞ്ഞത്. പിന്നെ ഇത് അവൽ രൂപത്തിൽ, ഫ്ലേക്സ് രൂപത്തിലുണ്ട്. പിന്നെ പേൾ ബാർലി ഉണ്ട് ഇതേപോലത്തെ. പിന്നെ ബാർലി മാവായിട്ട് കിട്ടും. പിന്നെ ക്യുക്ക് പേൾ ബാർലി എന്നൊരു സംഭവം കൂടിയുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനും കൂടിയുണ്ട്. ഇത് കുക്ക് ചെയ്തിട്ട് ഉണക്കി വെക്കുന്നുണ്ട്. അതായത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് പോലെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ആ ഫോമിലും കിട്ടും. അതിന് ക്യുക്ക് പേൾ ബാർലി എന്നാണ് പറയുന്നത്. പിന്നെ ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ ഗുഡ് സോഴ്സ് ഓഫ് അയൺ, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്. പിന്നെ സോളുബിൾ ആൻഡ് ഇൻസോളുബിൾ ഫൈബർ ഉണ്ട്. പൊട്ടാഷ്യം, നിയാസിൻ, വിറ്റാമിൻ B6. പിന്നെ ബി വൈറ്റമിൻസിൻ്റെ ഗുഡ് സോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ലോ GI വാല്യൂ, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ വേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കിഡ്നി സ്റ്റോണിനൊക്കെ പെയിൻ വരുമ്പോൾ സാധാരണ ബാർലി വെള്ളമാണ് കൊടുക്കാറ്. അപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബർ സജി തോമസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മറ്റേ കിഡ്നി സ്റ്റോൺ വന്നപ്പോൾ ഈ ബാർലിയുടെ ഉപയോഗം എങ്ങനെയാണെന്ന് പുള്ളി ആ വീഡിയോയിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് വെള്ളത്തിലിട്ട് വെക്കണ്ട. ബാർലി ആണെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കണം, പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് നമുക്ക് അരിക്ക് പകരം ഉപയോഗിക്കാം, സൂപ്പായിട്ട് ഉപയോഗിക്കാം, സ്റ്റൂ ആയിട്ട് ഉപയോഗിക്കാം, പൊറിഞ്ചായിട്ട് ഉപയോഗിക്കാം, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, കുക്കീസിൽ ബ്രെഡ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ ഒരു നട്ടി ഫ്ലേവറാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ ബാർലി ആണെങ്കിലും പെർ ബാർലി ആണെങ്കിലും റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3 ആണ്. ഒരു കപ്പ് 1:3 എടുക്കേണ്ടത്. ഒരു കപ്പ് ഇത് എടുക്കുകയാണെങ്കിൽ 3 കപ്പ് വാട്ടർ എടുത്തിട്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പം അങ്ങനെയാണ് അത് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കത് കുക്ക് ചെയ്യണ കാര്യം നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പേൾ ബാർലി കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് 1:3 വെള്ളം എടുത്തപ്പോഴത്തേക്ക് ഇത്ര സമയം എടുത്തു. ഒരു 25 അരമണിക്കൂർ എടുത്ത്. പക്ഷേ 1:1 രീതിയിൽ എടുക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 15 കൂടിയെന്നൊരു 20 മിനിറ്റ് ആ രീതിയിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പേൾ ബാർലി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എടുത്തിട്ട് അത് ടേസ്റ്റ് ആയിട്ട് ഗോതമ്പ് പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഗോതമ്പിനേക്കാളും കുറച്ചും കൂടെ ഒരു നട്ടി ഫ്ലേവർ ഉണ്ട്. പഴയ കാലത്ത് നമ്മൾ ഗോതമ്പ് കഞ്ഞി കഴിച്ച് ഓർമ്മ, പഴയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. പണ്ട് ഒരു എത്ര കൊല്ലം മുമ്പാണ് ഞാൻ ഓർക്കണുള്ളത്, ഒരു അരിക്ക് ക്ഷാമം വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഗോതമ്പ് കഞ്ഞിയാണ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ടേസ്റ്റ് തന്നെയാണത്, വലിയ വ്യത്യാസമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ പറയണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെഫറൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പേൾ ബാർലിയുടെ വിശേഷങ്ങൾ. നമ്മുടെ ഭൂമി മലയാളത്തിലും ഇത് പ്രചാരത്തിലാക്കേണ്ടതാണ്. പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും പ്രചാരത്തിലാക്കെന്ന് പറഞ്ഞാൽ കൺസപ്ഷനിൽ മാത്രമല്ല, നമ്മൾ കൃഷിയിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.